സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. താലിബാന് വരെ ആരാധകരും പിന്തുണയ്ക്കാൻ മാധ്യമവും ഉള്ള കേരളം. താലിബാന്റെ വളർച്ച വാത്സല്യത്തോടെ നോക്കിക്കാണുന്ന ചാനലുകൾ. അങ്ങനെ ഒരു ചാനലിൻ്റെ ഡെസ്കിൽ നിന്ന് ഒരു ആക്രോശം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെതിരെ. ക്രൈസ്തവ പെൺകുട്ടികളെ ദുഷ്ടവശീകരണത്താൽ അവരുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പറിച്ചെടുത്ത് നശിപ്പിക്കുന്നവർക്കെതിരെ ജാഗ്രത വേണമെന്ന് പറഞ്ഞതിന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാൻ ഇസ്ലാമിക ഭീകരർ ഉൽപ്പാദിപ്പിച്ച് കയറ്റിവിടുന്ന മയക്കുമരുന്ന് കച്ചവടം ചെയ്യുകയും സ്നേഹസമ്പർക്കങ്ങളുടെ നാട്യത്തിൽ അത് ക്രൈസ്തവ യുവാക്കൾക്ക് നൽകി അവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന മതവിലാസക്കാരായ ഗൂഢസംഘങ്ങളെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞതിന് ഇത് രണ്ടും ചെയ്യുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ ജിഹാദികളായ ഏതാനും ചിലരാണെന്ന സത്യം ഇരകളായ കത്തോലിക്ക സമൂഹത്തോട് ആ ആധ്യാത്മിക പിതാവ് ഓർമ്മിപ്പിച്ചതിന് ഒരു മതത്തെയോ സമുദായത്തെയോ കുറിച്ച് മൊത്തത്തിലല്ല ഇത് പറയുന്നത് എന്ന് അദ്ദേഹം പ്രത്യേകം സൂചിപ്പിച്ചിട്ടും കലിയടങ്ങുന്നില്ല ചിലർക്ക്. അത്തരം നാവുകൾ ഇനിയും ഉയരും. അതിൽ അത്ഭുതമില്ല. അത് മതസ്പർദ്ധ ഉളവാക്കുന്ന വില കുറഞ്ഞ പ്രസ്താവനയാണത്രേ. വഴി തെറ്റിയ ചില ഭീകര ചിന്തകർ കത്തോലിക്ക യുവതിയെ തകർക്കാൻ ഒരുക്കുന്ന കെണികൾക്കെതിരെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞാൽ ആർക്കാണ് മതസ്പർദ്ധ ഇളകുക? കെണിയൊരുക്കുന്ന ചിലർക്കോ അതോ അവരുൾപ്പെട്ട മതസമുദായം മുഴുവനുമോ? ചിലർക്കു മാത്രമെങ്കിൽ മതതീവ്രവാദത്തെ ആട്ടിൽ തോലണിയിക്കുന്ന ചാനലും അവതാരകരും അവർ കൂലിക്ക് വിളിക്കുമ്പോഴൊക്കെ വാ തുറക്കുന്നവരും എന്തെങ്കിലും പറഞ്ഞുകൊള്ളുക. ഇത് കല്ലറങ്ങാട്ട് പിതാവിനോ മറ്റു പിതാക്കന്മാർക്കോ വ്യക്തിപരമായ വിഷയമല്ല. അവർക്ക് ഈ ആക്രോശത്തിൽ ഭയവുമില്ല. കാരണം അവർക്ക് ഭയപ്പെടേണ്ടത് മറ്റൊന്നിനെയാണ്. ചില മതതീവ്രവാദികളുടെ വഞ്ചനയിൽ ക്രൈസ്തവ യുവതികളും യുവാക്കളും കുടുങ്ങി ജീവിതമാകെ തകർക്കപ്പെടുന്ന ദുരന്തത്തെ അതേക്കുറിച്ച് യഥാവിധി തങ്ങൾ മുന്നറിയിപ്പ് നൽകാതിരുന്നാൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് കണക്കു പറയേണ്ടി വരുന്ന അവസ്ഥയെ അതിന് മാത്രമേ അവർക്ക് ഭയക്കേണ്ടതുള്ളൂ. ദൈവികമായ ആ ഭയത്തിനും ജാഗ്രതയ്ക്ക് മുമ്പിൽ ഏതെങ്കിലും ചാനലിൻ്റെ ഹാലിളക്കത്തിനോ ആരുടെയെങ്കിലും ആക്രോശത്തിനോ ഒരു പ്രസക്തിയുമില്ല. ഇനി മതസ്പർദ്ധ ഇളകുന്നത് മുൻ പറഞ്ഞതുപോലെ ചിലർക്കല്ല, സമുദായത്തിൽ മറ്റാർക്കെങ്കിലും ആണെങ്കിൽ അവരോടും വഴി തെറ്റിക്കുന്ന എല്ലാവരോടും ഒരു ബൈബിൾ വചനമേ ഉപദേശിക്കാനുള്ളൂ. വൈദ്യ, നിന്നെ തന്നെ സുഖപ്പെടുത്തുക. മതസ്പർദ്ധ ബാധിച്ചിരിക്കുന്നത് നിന്നെയാണ്, നിന്നെ മാത്രം. നിന്റെ വാക്കുകൾ നിന്നെ തന്നെ തുറന്നു കാട്ടിയിരിക്കുന്നു. കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത് ആരുടെയെങ്കിലും കൈയും കാലും വെട്ടാനല്ല, പല്ല് തല്ല് കൊഴിക്കാനുമല്ല, ബോംബ് വെക്കാനല്ല, കുടിവെള്ളത്തിൽ വിഷം കലർത്താനല്ല, തീർത്തു കളഞ്ഞേക്കാനുമല്ല, അവഹേളിക്കാനല്ല, ഏതെങ്കിലും പ്രവാചകനെ ദുഷിക്കാനല്ല. ആരെയും അദ്ദേഹം ബിഷപ്പാമ്പെന്ന് വിളിച്ചില്ല. തൻ്റെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട ആധ്യാത്മിക സന്താനങ്ങളോട് ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ഉപദേശിക്കുക മാത്രമാണ് പിതാവ് ചെയ്തത്. അദ്ദേഹം പൊടുന്നനെ പറഞ്ഞതല്ല ഒന്നും. നാളുകളായി ക്രൈസ്തവ ചാനലുകളിലും നവമാധ്യമങ്ങളിലും പറഞ്ഞു വരുന്ന കാര്യം. അത് മുഖ്യധാരയിലുള്ളവരെ തൻ്റെ കടമയ്ക്കൊത്ത വിധം ധരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അതിന് തെളിവ് ഹാജരാക്കാനാണ് ഒരു അവതാരകന്റെ കൽപ്പന. ചാനലിലെ കസേരയിൽ ഇരുന്നപ്പോൾ താൻ സുൽത്താനോ ഖലീഫയോ ആണെന്ന് അദ്ദേഹം ചിന്തിച്ചു പോയോ? കത്തോലിക്ക മെത്രാൻ തൻ്റെ ചുമതലയിലുള്ള ജനത്തോട് പറഞ്ഞതിനുള്ള തെളിവ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം പോലും. കത്തി നിൽക്കുന്ന സൂര്യനെ കാണിച്ചാൽ സൂര്യൻ ഉദിച്ചതിന് തെളിവ് വേണമത്രേ. എത്ര പെട്ടെന്നാണ് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും മറ്റും എത്തിപ്പെട്ട പെൺകുട്ടികളുടെ കാര്യം ഈ ചാനലുകൾ മറക്കുന്നത്. അല്ലെങ്കിൽ എത്ര ഉളുപ്പില്ലാതെയാണ് അവരത് മൂടിപ്പിടിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെല്ലാം കേരളത്തിലെ ജനങ്ങൾ വായിച്ചറിഞ്ഞ മയക്കുമരുന്ന് ആഘോഷ പാർട്ടികളുടെ വാർത്തകൾക്കുമേൽ അവർ കൺകെട്ട് വിദ്യ പ്രയോഗിക്കുകയാണോ? എന്തായാലും അവതാരകന്റെ കാഴ്ചപ്പാടിൽ വിലയുള്ള ഒരു പ്രസ്താവന അദ്ദേഹം സംരക്ഷിക്കാൻ ആഗ്രഹിച്ച മതസമൂഹത്തിലെ പ്രസ്ഥാന നേതാവിൽ നിന്നും പുറത്തു വന്നു. തൊടുപുഴയിലെ ജോസഫ് മാഷിനോട് ചെയ്തതിന് സമാനമായൊരു പ്രവൃത്തി മെത്രാനോട് ചെയ്യണമത്രേ.
എത്ര അമൂല്യമായ മതസ്പർദ്ധയില്ലാത്ത സമാധാന സന്ദേശം. മക്കൾ പിഴച്ചതിനെ മറ്റുള്ളവരെ പഴിക്കുന്ന മാതാപിതാക്കളെ പോലെയാണ് ബിഷപ്പ് പറഞ്ഞതെന്ന് ചാനലിൽ അഭിഭാഷണം നടത്തുന്ന മറ്റൊരു മാധ്യമ നാവ്. പിന്നീട് അതേ നാവ് തന്നെ പറയുന്നു, വിദേശത്ത് അന്തസ്സായി ജോലി ചെയ്യുന്ന സ്വന്തം സമുദായത്തിലെ വനിതകളെ കുറിച്ചാണ് ബിഷപ്പ് മോശമായി പറഞ്ഞതെന്ന്. ഇത് ജിഹാദികളുടെ തനതു വാക്കുകളാണെന്ന് തിരിച്ചറിയാൻ വിഷമമില്ലല്ലോ. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ വാക്കു കേട്ട് രോഷം കൊള്ളുന്ന ഏവരോടും തറപ്പിച്ചു പറയാം, പിതാവ് പറഞ്ഞത് അദ്ദേഹത്തിനു മാത്രമല്ല, ക്രൈസ്തവ സമൂഹത്തിൽ ഏറെ പേർക്കും ബോധ്യമുള്ള കാര്യം, തികഞ്ഞ സത്യം. പക്ഷേ അതിൻ്റെ തെളിവുമായി ഏതെങ്കിലും മാധ്യമ ജഡ്ജിയുടെ അടുത്തേക്ക് ചെല്ലാൻ ക്രൈസ്തവരോട് ആരും ആജ്ഞാപിക്കേണ്ടതില്ല. ലവ് ജിഹാദ് എന്ന പേര് ഗസറ്റിലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടല്ല സമുദായത്തെ ദ്രോഹിക്കുന്ന ഒരു തിന്മയെക്കുറിച്ച് ആധ്യാത്മിക പിതാവ് പറയുന്നത്. ഏതെങ്കിലും പോലീസ് ആരുടെയോ മൂട് താങ്ങിയെന്നോ തയ്യാറാക്കിയ റിപ്പോർട്ട് കൊണ്ട് കോടതി അങ്ങനെ ധരിപ്പിച്ചെങ്കിൽ അതൊരു താൽക്കാലിക വിജയമായി കരുതി മതിച്ചുകൊള്ളുക. പക്ഷേ ആ തീർപ്പ് കേട്ട് ഭയന്ന് സ്വന്തം ദുഃഖവും രോഷവും പുറത്തു പറയാതെ ക്രൈസ്തവർ എക്കാലവും അടങ്ങിക്കൊള്ളുമെന്ന് ഒരു ചാനലും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ബിഷപ്പുമാരെ കടന്നാക്രമിച്ച് ക്രൈസ്തവരെ നിശബ്ദരാക്കാമെന്നും കരുതേണ്ടതില്ല. ഒരു കാര്യം കൂടി അത്തരം ചാനലുകളോടും അഭിഭാഷണക്കാരോടും പറയാം, ഇത് കാലം തുടക്കമിട്ട മാറ്റമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പൈശാചികതയ്ക്കുള്ള കടുത്ത നിയതി കേരളത്തിലെ സർവരെയും ഇസ്ലാമിക ഭീകരതയാൽ അടിച്ചമർത്താമെന്ന് കരുതിയ ധാർഷ്ട്യത്തിന് യുഗം കൊണ്ടുവരുന്ന തിരിച്ചടി അത് തുടങ്ങിക്കഴിഞ്ഞു. അറിയാത്ത ഭാഷയിലെ മതഗ്രന്ഥത്തെ മറയാക്കി സ്വന്തം സമുദായക്കാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചും മറ്റുള്ളവരെ ഭയപ്പെടുത്തിയും കൊണ്ടു നടന്ന പൊണ്ണക്കാര്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ തെരുവുഗാനമായി കഴിഞ്ഞു. അത് മൂടിവെച്ചും ദിവസം 4 നേരം ക്രൈസ്തവ വിശ്വാസത്തെയും വിശുദ്ധ ബൈബിളിനെയും യേശു ക്രിസ്തുവിനെയും ഇകഴ്ത്തിയും മറ്റെന്തിനെങ്കിലും വെള്ളപൂശാൻ ശ്രമിക്കുന്നതും പാഴ്വേലയാകും. പാലാ ബിഷപ്പിനെ കടന്നാക്രമിക്കുന്നവർ ആദ്യം ഒന്നു ചെയ്യട്ടെ. പ്രണയ വശീകരണത്തിനായി സേവ ചെയ്യുന്ന ഉസ്താദുമാർ തങ്ങളെ പിന്തുണയ്ക്കുന്ന പത്രത്തിൽ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ച് നൽകുന്ന പരസ്യം വായിക്കുക. എന്നിട്ട് നിശ്ചയിക്കുക, പ്രണയ വശീകരണത്തിൻ്റെ കെണിയൊരുക്കാൻ തങ്ങളുടെ ചെറുപ്പക്കാർക്ക് പ്രവണതയുണ്ടോ എന്ന്. ഏകദൈവ വിശ്വാസത്തിൻ്റെ കുത്തക സ്വയം അവകാശപ്പെടുന്നവർ ചിന്തിക്കുക, ഇത്തരം പ്രണയ വശീകരണ സേവ അനുവദിക്കുന്നതാണോ തങ്ങളുടെ ഏക ദൈവമെന്ന്. എന്തുകൊണ്ട് ഉസ്താദുമാർ ഈ സേവയുടെ കാര്യം പരസ്യം ചെയ്ത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു എന്ന്. അല്ലെങ്കിൽ തന്നെ എത്രയോ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യങ്ങളാണ് കല്ലറങ്ങാട്ട് പിതാവ് ഓർമ്മിപ്പിച്ചത്. അദ്ദേഹത്തെ കടന്നാക്രമിച്ചുകൊണ്ട് മാത്രം വസ്തുതകൾ ഇല്ലാതെയാകുന്നില്ല, ക്രൈസ്തവർ നിശബ്ദരുമാകുകയില്ല. മുസ്ലിം സമുദായത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കണമെന്ന് CPMൻ്റെ നിലപാട്. അത് കേൾക്കുമ്പോൾ ഒരേ ഒരു അത്ഭുതമേ തോന്നാനിടയുള്ളൂ, അപ്പോൾ ഇതുവരെ അങ്ങനെയല്ലായിരുന്നോ എന്ന്. CPMന് ഇപ്പോൾ ഇതല്ലാതെ എന്തു നിവൃത്തിയാണുള്ളത്? ഒരേ സമയം കോൺഗ്രസിനെയും BJPയെയും മുസ്ലിം ലീഗിനെയും എതിർത്ത് ഭരണം നടത്താൻ അവർക്ക് മുസ്ലിം സമുദായത്തെ ഒപ്പം വേണം. ആകട്ടെ, പക്ഷേ ഏതു മാർഗത്തിൽ? ലക്ഷ്യത്തിനു വേണ്ടി മാർഗമേതും ആകാം എന്ന ന്യായമാണ് ലോക കമ്മ്യൂണിസ്റ്റുകൾ എന്നും അവലംബിച്ചു പോന്നിട്ടുള്ളത്. ലക്ഷ്യത്തിനായി ഏതു മാർഗവും സ്വീകാര്യം എന്ന ന്യായം കമ്മ്യൂണിസ്റ്റുകളെക്കാൾ ക്രൂരതയോടെ അനുഷ്ഠിക്കുന്നവരാണ് ഇസ്ലാമിക തീവ്രവാദികൾ. ഇസ്ലാമിക തീവ്രവാദികളുടെ അന്തിമ ലക്ഷ്യം മതഭരണം സ്ഥാപിക്കൽ. അതിനുവേണ്ടിയും എന്തു കള്ളവും പറയും, എത്ര ക്രൂരതയും പ്രവർത്തിക്കും. CPMനുള്ള സാമൂഹിക ഉത്തരവാദിത്വ ബോധം അവർക്കില്ല. തങ്ങളുടെ ക്രൂരത ലോകത്തിനവർ കാട്ടിത്തന്നിട്ടുണ്ട്. എന്നാൽ മൂന്നാമതൊരു കൂട്ടരെ കീഴടക്കി സ്വന്തം ആധിപത്യം ഉറപ്പിക്കാനാണെങ്കിൽ
കയ്യും കയ്യുറയും പോലെ പരസ്പരം ചേർന്ന് പ്രവർത്തിക്കാൻ രണ്ടു കൂട്ടർക്കും വിലക്കില്ല. തങ്ങളുടേതു മാത്രമായ ആധിപത്യം വന്നാലോ കമ്മ്യൂണിസ്റ്റ് വാഴ്ചക്കാർ ഇസ്ലാമികവാദികളെയോ ഇസ്ലാമികവാദികൾ കമ്മ്യൂണിസ്റ്റുകളെയോ തങ്ങൾക്കെതിരെ വച്ചേക്കില്ല. അങ്ങനെയൊരു കാലം എത്താത്തിടത്തോളം മറ്റുള്ളവരെ എതിർക്കാൻ അവർ ഒന്നിച്ചു നിൽക്കും. ഒരു സംശയം ഉയരാം, വോട്ട് കൊണ്ടും നിയമസഭാ സീറ്റുകളുടെ എണ്ണം കൊണ്ടും മുസ്ലിങ്ങളുടെ പിന്തുണ തെളിയിച്ചിട്ടുള്ള മുസ്ലിം ലീഗിനെ എതിർത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പിന്തുണ CPM നേടുക? അതാണ് മദനിക്ക് ശേഷം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ വന്ന അപായകരമായ മാറ്റം. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ വർഗീയ കലാപത്തിൻ്റെ മനോഭാവം പോലും കാട്ടിയില്ല മുസ്ലിം ലീഗ്. വ്യക്തിപരമായി പറഞ്ഞാൽ മുഹമ്മദ് കോയയും ഡോക്ടർ മുനീറും കുഞ്ഞാലിക്കുട്ടിയും പോലുള്ള മുസ്ലിം നേതാക്കൾ വർഗീയതയുടെ വിഷമോ മതഭ്രാന്തോ ചുമന്നിരുന്നുവെന്ന് ആരും പറയുകയില്ല, കരുതുകയുമില്ല. സാമുദായിക വികാരം ദൃഢമായി ചേർത്ത് പിടിച്ചപ്പോഴും മതാധിപത്യ സിദ്ധാന്തം തീണ്ടിയിട്ടില്ലാത്തവരായിരുന്നു അവർ. മതനിരപേക്ഷ സമൂഹത്തെയും സമൂഹവും മാനിക്കുന്നവരും. എന്നാൽ ഇന്നിപ്പോൾ അത്തരം നേതാക്കളും ലീഗും ഇതര സമുദായങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന നിലപാടുകൾ പുറത്തുവിടുന്നു. കാരണം കേരളത്തിൽ വേരുപാകിക്കഴിഞ്ഞ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സാന്നിധ്യം അതിവേഗം വൈകാരിക പ്രതികരണത്തിലേക്ക് നീങ്ങിയേക്കാവുന്ന സമുദായ അംഗങ്ങളെ മറ്റാരേക്കാളും നന്നായി ലീഗ് നേതാക്കൾക്ക് അറിയാം. അവരെ വഴിതെറ്റിക്കാൻ വിരലിൽ എണ്ണാവുന്ന മത തീവ്രവാദികൾക്ക് കഴിയുമെന്നും അറിയാം. ആ സ്വാധീനത്തിൽപ്പെട്ടവരുടെ എണ്ണം നിശ്ചയമായും ലീഗ് നേതാക്കളെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് കാൽ കീഴിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാൻ അവർ പലതും പറയുന്നത്. തുർക്കി ഭരണകൂടം ഹാഗിയ സോഫിയ എന്ന പുരാതന ക്രൈസ്തവ ദേവാലയ മന്ദിരം മോസ്ക് ആക്കിയതിനെ സ്വാഗതം ചെയ്യാൻ ലീഗ് നേതാവ് മുതിർന്നതും അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദശകങ്ങൾക്കുള്ളിൽ മാത്രം ശക്തിപ്പെട്ട തീവ്ര ഇസ്ലാമികവാദം നിമിത്തം തങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ തീവ്രവാദികൾ അവസരം മുതലെടുക്കുമെന്ന ചിന്ത നിശ്ചയമായും അവരെ ഭയപ്പെടുത്തുന്നു. അതേസമയം തീവ്രവാദികൾക്ക് അതിന് കഴിയുന്നത് അവരെ ചേർത്ത് നിർത്താൻ മറുപക്ഷത്ത് ആളുണ്ട് എന്ന ധൈര്യമാണ്. അതായത് ഇത്രയും കാലം മതബന്ധമില്ലാതെ രാഷ്ട്രീയം അഭ്യസിച്ചിരുന്ന പ്രമുഖ ഇടതുപക്ഷ കക്ഷിയുടെ വരെയും പിന്തുണ തങ്ങൾക്കുണ്ടെന്ന ഉറച്ച ബോധ്യത്തിലാണ് മതവാദികൾ. അപ്പോൾ ആരാണ് കുറ്റക്കാർ? ഇതൊരു ദൂഷിത വലയമാണ്. CPM-ഉം ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടും രാഷ്ട്രീയത്തിലെ ഇസ്ലാമിക തീവ്രവാദ മലിനീകരണത്തിന് ഒരേ സമയം രാസത്വരകവും ഉൽപ്പന്നവുമാകുന്ന സ്ഥിതി. ഇസ്ലാമിക തീവ്രവാദികൾ ലീഗിനെ ഭയപ്പെടുത്തി വഴിതെറ്റിക്കുന്നു. ലീഗിനെ ക്ഷീണിപ്പിക്കാൻ ശ്രമിക്കുന്ന CPM-നെ തീവ്രവാദികൾ സൗഹൃദത്താൽ വ്യതിചലിപ്പിക്കുന്നു. ഈ രണ്ടു പക്ഷത്തിനും മൂക്കുകയറിടാൻ കഴിയുന്ന വിധത്തിൽ സമുദായമാകെ തങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന ധാരണ തീവ്രവാദികൾ സൃഷ്ടിക്കുന്നു. അതിനവർ മതഗ്രന്ഥ ഭാഷാ പാണ്ഡിത്യമില്ലാത്ത ഇസ്ലാം വിശ്വാസികളെ ഭീഷണി, നരകഭയം, മൂഢസ്വർഗ പ്രതീക്ഷ എന്നിവയെല്ലാം ഉപയോഗിച്ചും മസ്തിഷ്കം കഴുകിയും തങ്ങളുടെ ഒപ്പം കൂട്ടാൻ തന്ത്രം പ്രയോഗിക്കുന്നു. ഈ അവസ്ഥ വരുത്തിവെച്ച ഇരുപക്ഷവും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തെ മൊത്തത്തിൽ ദുഷിപ്പിച്ചിരിക്കുന്നു. പരസ്പരം പൊരുതുന്ന CPM ലീഗ് പക്ഷങ്ങൾ മുസ്ലിം പിന്തുണയ്ക്കായി ഏതറ്റം വരെ പോകുമെന്ന് കേരളത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് CPM തീരുമാനം ആശങ്കയ്ക്ക് വക അവശേഷിപ്പിക്കുന്നത്. മുസ്ലിം സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക നില മെച്ചപ്പെടുത്തുക എന്നതാണ് CPM-ന്റെ ഉദ്ദേശമെങ്കിൽ നന്ന്. എന്നാൽ അതിനപ്പുറം ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വാധീനം ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അത് അപകടകരമായ കളിയാകും. എങ്കിൽ പറഞ്ഞേ തീരൂ, CPM-ഏ ഇടതുപക്ഷമേ, അങ്ങനെയൊരു കളി ഉണ്ടാകരുത്. നിങ്ങൾക്ക് കൊളുത്തിൽ കുരുക്കാനോ മൂക്കുകയറിടാനോ കഴിയുന്ന നീർക്കുതിരയല്ല ഇസ്ലാമിക തീവ്രവാദവും അതിൻ്റെ അന്ത്യത്തിലെ ഭീകരതയും. നിങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാവുന്ന മുതലയല്ല അത്. അതിനെ വളർത്താനല്ലാതെ ബന്ധിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് ക്ഷേമം ഉറപ്പാക്കി മാത്രം
പിന്തുണ നേടാൻ ശ്രമിക്കുക. അതിനപ്പുറം ഇസ്ലാമിക തീവ്രവാദത്തെയും തീവ്രവാദികളെയും ചേർത്തു നിർത്തി സമുദായ പിന്തുണ നേടാൻ ശ്രമിക്കുന്നത് ക്രൂരതയാണ്. കേരളത്തോട് മാത്രമല്ല, രാജ്യത്തോട് തന്നെയുള്ള ക്രൂരത. ജനസംഖ്യാ പെരുപ്പത്തിലൂടെ തങ്ങളുടെ സമുദായത്തിന് രാഷ്ട്രീയ കേരളത്തെ മുഴുവനായി നിയന്ത്രിക്കാൻ കഴിയുന്ന അവസരത്തിന് കാത്തിരിക്കുകയാണ് തീവ്രവാദികൾ. ആ ഘട്ടമെത്തുമ്പോൾ സമുദായത്തിലെ ഭൂരിപക്ഷത്തെ ഭയപ്പെടുത്തി തങ്ങൾക്കൊപ്പം നിർത്താമെന്ന് കരുതുന്നവരെ അകറ്റി നിർത്തുക. പാഞ്ഞു വരുന്ന ഹിംസ്ര മൃഗം അകലെയാണെന്ന് തെറ്റിദ്ധരിച്ചാൽ അതൊരു ദുരന്തം തന്നെ. അതിനും ഹൈക്കോടതിയുടെ കർശനമായ ഉത്തരവ് വേണ്ടിവരുന്നു. പോലീസിന് ഇത് പോരായ്മ തന്നെയാണ്. ഡോക്ടർമാരെയും മറ്റു ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് പോലീസ് അമാന്തം കാട്ടുന്നത്? ആരെ തൃപ്തിപ്പെടുത്താൻ, അല്ലെങ്കിൽ ആരെ സഹായിക്കാൻ? നവമാധ്യമങ്ങളുടെ വരവോടെ ഏറെ ശക്തിപ്പെട്ട ദുഷ്പ്രവണതയാണ് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആശുപത്രികൾക്കും എതിരായ അക്രമങ്ങൾ. കായികമായ ആക്രമണം മാത്രമല്ല, അടിസ്ഥാനരഹിതമായ പ്രചാരണവും. ആശുപത്രിയിലെത്തുന്ന ഒരു രോഗിയും മരിക്കില്ല എന്ന് ആർക്കാണ് ഉറപ്പ് നൽകാൻ കഴിയുക? എല്ലാ മരണവും ഡോക്ടർമാരുടെ കുറ്റം കൊണ്ടാണെന്ന് വിധിക്കാനാകുമോ? പക്ഷേ അതൊരു പൊതുപ്രവണതയായി മാറി അക്രമങ്ങൾക്ക് കാരണമാകുന്നു. ഡോക്ടറുടെയും ആശുപത്രി നടത്തുന്നവരുടെയും ജാതിയും മതവും ചികഞ്ഞ് വിദ്വേഷം പരത്തുന്നു. ഡോക്ടർ കുറ്റക്കാരനെന്ന് രോഗിയുടെ ബന്ധുക്കളുടെയും അവരെ പ്രകോപിപ്പിക്കുന്നവരുടെയും നവമാധ്യമങ്ങളുടെയും വിധി തീർപ്പ്. പിന്നെയെല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ രോഗിയുടെ ബന്ധുക്കൾക്ക് എന്തും ചെയ്യാൻ ലൈസൻസ് ഉണ്ടെന്ന മട്ടിൽ അക്രമവും. യുക്തിഹീനമായ പ്രകോപനമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് എല്ലാ മരണത്തിനും ഡോക്ടർമാരെ കുറ്റക്കാരാക്കി കേസെടുക്കാൻ പാടില്ലെന്നും ചികിത്സയിൽ പിഴവുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാവൂ എന്നും സുപ്രീം കോടതി അടുത്ത നാളിൽ തീർപ്പ് കൽപ്പിച്ചത്. ഇതിനു സമാനമായ സാഹചര്യമാണ് ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരായ അക്രമങ്ങൾ. കുറ്റക്കാരെങ്കിൽ നിയമപരമായ നടപടികൾ ഉണ്ടാകണം. അതിനു പകരം അതിക്രമം വളരാൻ അനുവദിക്കുന്ന മട്ടിൽ പല കേസിലും പോലീസ് അമാന്തം കാട്ടി. അന്തിമമായി രോഗികൾക്ക് തന്നെ ദോഷകരമാകുന്ന ഈ ദുഷ്പ്രവണതയ്ക്ക് ഇനിയെങ്കിലും അറുതി വരട്ടെ. KSRTC ഡിപ്പോകളിൽ മദ്യവിൽപ്പന തുടങ്ങാൻ ആലോചനയില്ലെന്ന് മന്ത്രി MV ഗോവിന്ദൻ പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ നല്ലത്. പക്ഷേ ആലോചിക്കില്ല എന്ന അദ്ദേഹം ഉറപ്പ് പറയാത്തത് ആശങ്കയ്ക്ക് വകയുമാണ്. KSRTCയുടെ ഒരു നിർദ്ദേശം മാത്രം. എക്സൈസ് അധികൃതർ ഇനിയും ആലോചിച്ചിട്ടില്ലാത്ത കാര്യം. മന്ത്രിയുടെ ഈ വിശദീകരണം തൽക്കാലം ആശ്വാസകരം. പക്ഷേ ഈ നിർദ്ദേശം തന്നെ കടന്ന കൈയായി എന്ന് പറയാതെ വയ്യ. മദ്യവിൽപ്പനശാല എന്ന് കേട്ടാലുടൻ ജനങ്ങളാകെ ബോധം കെട്ടുവീഴും എന്നതുകൊണ്ടല്ല. സ്ത്രീകളും കുട്ടികളുമെല്ലാം ദീർഘനേരം വിശ്രമിക്കുകയും ബസ് കാത്തു നിൽക്കുകയും ചെയ്യുന്ന പരിസരത്ത് മദ്യവിൽപ്പനയും മദ്യം വാങ്ങാനെത്തുന്നവരുടെ സാന്നിധ്യവും എങ്ങനെ ആശ്വാസ്യമാകും? ബീവറേജ് കോർപ്പറേഷന്റെ വിൽപ്പനശാലയ്ക്ക് മുമ്പിൽ പുരുഷന്മാർ മാത്രമുള്ള നിരയിൽ കാത്തു നിൽക്കുന്നവരുടെ പെരുമാറ്റവും രീതികളുമാകില്ല സ്ത്രീകളും കുട്ടികളുമുള്ള ഇടങ്ങളിൽ പലർക്കും. അത് പറയാൻ പ്രത്യേകിച്ച് രേഖകളും തെളിവുകളും ആവശ്യമില്ല. മദ്യം വിറ്റാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന മട്ടിൽ ചോദിക്കുന്നവർ കണ്ടേക്കാം. ഇന്ന് പൊതു ഇടങ്ങൾ സ്ത്രീകൾക്ക് പരമാവധി ഭദ്രത തോന്നിക്കുന്ന സ്ഥലങ്ങളല്ല എന്ന കാര്യം അധികൃതർ മറന്നു പോകരുത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമപരമായ നടപടികളും പരിഷ്കാരങ്ങളും സ്വീകരിച്ചു വരുമ്പോഴും ഇതാണ് അവസ്ഥ. അങ്ങനെയുള്ളപ്പോൾ ബസ് ഡിപ്പോകളിലെ മദ്യവിൽപ്പന അവരുടെ ഭദ്രതാബോധം നഷ്ടപ്പെടുത്താൻ കാരണമാകുമെന്നതിൽ സംശയമേയില്ല. ധൈര്യശാലികളെന്നും ഇതൊന്നും കണ്ടാൽ ഭയപ്പെടാത്തവരെന്നും സ്വയം കരുതുന്ന സ്ത്രീകൾ ഉണ്ടായേക്കാം. അവർ ശാക്തീകൃതരുടെ ഗണത്തിൽ പെടുന്നവരുമാകാം. നാളെ ഏറെ പേർ അങ്ങനെയാകുകയും ചെയ്തേക്കാം. പക്ഷേ ഇന്ന് എല്ലാവരുടെയും അവസ്ഥ അതല്ല. തങ്ങൾ ദീർഘനേരം വ്യാപരിക്കേണ്ടി വരുന്ന ഇടത്ത് മദ്യവിൽപ്പനയും വാങ്ങുന്നവരുടെ നിരയും സദാ കാണുന്നത്
പലർക്കും ഇതുവരെ ഇല്ലാത്തൊരു ദുരിതമായി മാറും. ഇല്ലാത്തൊരു പ്രതിസന്ധി പുതുതായി എന്തിനു സൃഷ്ടിക്കണം? തൽക്കാലം അങ്ങനെയൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ഉറച്ച തീരുമാനമാകട്ടെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.